ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി. അധ്യായം 11. ലക്ഷ്മണോപദേശം. രാജധാനിയിൽ രാമൻ്റെ സഹാക്കൾ അതിയായ ആഹ്ലാദത്തോടും സന്തോഷത്തോടും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രസന്നമുഖവുമായി ആഘോഷശാലയിലേക്ക് രാമനെ അനുഗമിക്കാൻ തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെ അന്തർഗൃഹത്തിലേക്ക് സുമന്ത്രർ ചെന്നു. അവിടെ രാമൻ കനകക്കട്ടിലിരിക്കുന്നു. ആ കളേബരത്തിനു ചുറ്റും ദിവ്യപ്രകാശം പ്രസരിച്ചിരുന്നു. സീത മന്ദം മന്ദം വീശിക്കൊണ്ട് രാമൻ്റെ അടുത്ത് നിന്നിരുന്നു. ചിത്രനക്ഷത്രത്തോടു കൂടിയ ചന്ദ്രനെ പോലെ രാമൻ ശോഭിച്ചു. സുമന്ത്രർ വലിയ തിടുക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന് കാലവിളംബം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, രാമ, കൈകേയി മാതാവും അങ്ങയുടെ പിതാവും അങ്ങയെ ക്ഷണം രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ കൃത്യം നിർവഹിക്കാനാണ് എന്നെ ഇവിടെ അയച്ചിട്ടുള്ളത്. വേഗം എഴുന്നള്ളിയാലും. രാമൻ തിരിഞ്ഞു നിന്നു പറഞ്ഞു, സീതേ, ഇത് ഏതോ പ്രതിബന്ധത്തിൻ്റെ ലക്ഷണമാണ്, മറ്റൊന്നുമല്ല. ഞാനിത് അറിയാതിരുന്നില്ല. പക്ഷേ ഞാൻ നിശബ്ദനായി നിന്ന് എല്ലാറ്റിനും സമ്മതം മൂളി. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. അച്ഛൻ്റെ കൽപ്പനകൾ ആദരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനിക്കും. രാമൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സുമന്ത്രരുടെ ഉള്ളിൽ വിവിധ ചിന്തകൾ ഉയരുകയായിരുന്നു. രാമൻ്റെ വാക്കുകളും വെറും നിലത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ദശരഥൻ്റെ ചിത്രവും വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. രാമൻ സംസാരിച്ച് സൂചിപ്പിച്ച തടസ്സം സത്യമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യമായി. എന്നാൽ സീത രാമനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നാഥ, അങ്ങ് എന്താണ് സംസാരിക്കുന്നത്? ഈ ശുഭസമയത്ത് ഇങ്ങനെ സംസാരിക്കരുത്. പ്രതിബന്ധം എന്തായാലും ശ്വശുരൻ്റെ വാക്ക് ആദരിക്കണം. അദ്ദേഹം സംതൃപ്തനാണെങ്കിൽ നമ്മളും സംതൃപ്തരാകും. അദ്ദേഹത്തിന് വേണ്ടി നാം എന്തും ത്യജിക്കണം. ഒരു നിമിഷം മടിച്ചു നിൽക്കരുത്. ക്ഷണം പോകൂ. അഭിഷേകം നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, നാം തുല്യനിലയിൽ സന്തുഷ്ടരാണ്. കൈകേയി മാതാവിന് അങ്ങയുടെ അമിതമായ സ്നേഹവാത്സല്യങ്ങളുണ്ട്. നാം ചെയ്യണമെന്ന് അവർ നിർദ്ദേശിക്കുന്നത് എന്തും, അവർ നമുക്ക് നൽകുന്ന ആജ്ഞകളെന്തും നമ്മുടെ നന്മയ്ക്കായിരിക്കുമെന്നത് സംശയാതീതമാണ്. കൈകേയി മാതാവിനെ പോലെ നമ്മുടെ ക്ഷേമത്തിനു വേണ്ടി ഉത്സുകരായിട്ടുള്ള യാതൊരാളും ലോകത്തിലില്ല. അച്ഛനും അങ്ങനെയുള്ള അമ്മയും അവരുടെ അടുക്കലേക്ക് ക്ഷണം ചെല്ലണമെന്നറിയിച്ചാൽ നമ്മളെത്ര സന്തുഷ്ടരായിരിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സീത ആ തളത്തിൻ്റെ പ്രധാന വാതിൽ വരെ രാമനെ അനുഗമിച്ചു. അദ്ദേഹത്തിന് നന്മ ആശംസിച്ചു. രാമൻ സീതയോട് പറഞ്ഞു, സീതേ, ഞാൻ ഇതെല്ലാം അറിയുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളും ഇപ്പോഴുള്ള ദിവസങ്ങളും ഇനി വരാനുള്ള ദിവസങ്ങളും എല്ലാം ഒരേപോലെയാണ്. ഓരോ ദിവസത്തെയും ഞാൻ തികഞ്ഞ ആനന്ദത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വികാരങ്ങളെ നീ പങ്കിടുന്നുവെന്നതിലും എൻ്റെ തീരുമാനം പിന്താങ്ങുന്നു എന്നതിലും ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. സുമന്ത്രലാൽ അനുഗതനായി രാമൻ പുറത്തേക്ക് നടന്നു. കൊട്ടാരത്തിൻ്റെ മുമ്പിൽ രാജപാതയിൽ നിർത്തിയിരുന്ന രഥത്തിൽ അവർ കയറിയപ്പോൾ ജനങ്ങൾ ജയ് ശ്രീരാമചന്ദ്ര പ്രഭു കി ജയ് എന്ന ജയാഘോഷം മുഴക്കി. ആ ശബ്ദഘോഷം ആകാശത്തിൽ പ്രതിധ്വനിച്ചു. സുമന്ത്രർ ജനങ്ങളെ അറിയിച്ചു, ഇപ്പോൾ ഈ രഥം രാമനെ അഭിഷേകശാലയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ചക്രവർത്തിയുടെ സമീപം പോവുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ എത്രയും വേഗം പോവാൻ അനുവദിക്കൂ. രാമൻ വേഗം തിരിച്ചു വരും. ഇവിടെ തന്നെ കാത്തിരിക്കൂ. തിരക്കായി പോകുന്നതിൻ്റെ കാരണം സുമന്ത്രർ വിശദീകരിച്ചു. അവർ രഥം ഓടിച്ചു പോയി. രാമൻ നഗരവീഥിയിൽ കൂടി തൻ്റെ ദിവ്യരഥത്തിൽ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട ഉടനെ സൈനിക വീരന്മാർ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു. ഗായകന്മാരും വന്ദികളും വിജയസ്തുതികൾ ആലപിക്കാൻ തുടങ്ങി. വിവിധ സംഗീതോപകരണങ്ങളിൽ നിന്നും പുറപ്പെട്ട സ്വരങ്ങൾ ആകാശം മുഴുവനും വ്യാപിച്ചു. വീതിയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരുന്ന ജനങ്ങളിൽ നിന്നും ജയജയാരവം ഉയർന്നു. ഏറ്റവും വിശേഷപ്പെട്ട ആടയാഭരണങ്ങൾ അണിഞ്ഞ വനിതകൾ വീടുകളിലെ മട്ടുപ്പാവുകളിലും ജാലകങ്ങൾക്കടുത്തും നിരന്നു നിന്നു. രാമൻ കടന്നു പോകുമ്പോൾ മംഗളാരതി കാണിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം.
അവിടുന്ന് രാജധാനിയെ സമീപിച്ചപ്പോൾ പുഷ്പദളങ്ങൾ വർഷിക്കപ്പെട്ടു. വിശുദ്ധ ദീപങ്ങൾ കാട്ടി ജനങ്ങൾ കണ്ണെത്തുന്നതുവരെ രാജകുമാരനെ നോക്കി. അനന്തരം തങ്ങളുടെ ഹൃദയത്തിൽ മുദ്രിതമായിരുന്ന രഥത്തിലുള്ള രാമൻ്റെ രൂപം സാനന്ദം ആസ്വദിച്ചു. തങ്ങളിൽ നിറഞ്ഞിരുന്ന ആനന്ദത്തെ സംബന്ധിച്ച ചിന്തകളിൽ ആമഗ്നരായി പ്രതിമകളെപ്പോലെ നിശ്ചലരായി നിന്നു. കൈലാസ ശിഖരം പോലെ മനസ്സിൽ ആഞ്ഞു പതിക്കത്തക്ക വിധം ഗംഭീരമായ വർദ്ധമാന എന്നു പേരുള്ള ദശരഥൻ്റെ കൊട്ടാര പരിസരത്തിലേക്ക് രഥം കടന്നു. ജാഗ്രതയായി വില്ലാളികൾ കാവൽ നിൽക്കുന്ന ചതുരാങ്കണങ്ങളും കടന്ന് അത് മുമ്പോട്ട് പോയി. രാമൻ രഥത്തിൽ നിന്നിറങ്ങി. അതിൽ പിന്നെ 2 ചതുരാങ്കണങ്ങളും കൂടി നടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരോടും ലക്ഷ്മണനോടും പോലും തന്നെ അനുഗമിക്കാതെ പിന്നിൽ കാത്തു നിൽക്കാൻ പറഞ്ഞു. കാരണം അടുത്ത് നടക്കാൻ പോകുന്ന രംഗങ്ങൾ രാമൻ അറിയാമായിരുന്നു. എന്നിട്ടും ഈ പരിസ്ഥിതികൾ ആരും തന്നെ പ്രകൃത്യാ ചെയ്യുന്നത് പോലെ അവിടുന്ന് ഒരു കേവല മനുഷ്യനായി അഭിനയിക്കുകയായിരുന്നു. ഒടുവിൽ രാമൻ രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ദശരഥൻ വീണ് കിടന്നിടത്തേക്ക് പ്രവേശിച്ചു. ദശരഥൻ്റെ കേശം ചീകാതെ അഴിഞ്ഞു കിടന്നിരുന്നു. അദ്ദേഹം തലേനാളത്തെ വസ്ത്രം തന്നെയായിരുന്നു. കിടക്കയിൽ ഒരു പരിഗണനയോ സഭ്യതയോ കൂടാതെ കിടക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാഴ്ച കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടു പോയി. കൈകേയി കിടക്കയ്ക്കടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ദശരഥൻ്റെ മുഖം കരുവാളിച്ചിരുന്നു. പ്രസന്നതയില്ല. അദ്ദേഹം കരയുകയും ഞരങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ചക്രവർത്തി തലയുയർത്തി. രാമനിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ പതിച്ചു. താൻ പറയുവാൻ ആഗ്രഹിച്ച യാതൊന്നും പറയുവാൻ നാവിന് ശക്തി ഉണ്ടായിരുന്നില്ല. കണ്ണീർ ധാരധാരയായി ഒഴുകി. സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. രാമൻ അതിനു മുമ്പ് ഒരിക്കലും ഇത്ര ദയനീയമായ രംഗം കണ്ടിരുന്നില്ല. ഇങ്ങനെയൊരു അനുഭവത്തിൽ പെട്ടിരുന്നുമില്ല. അവിടുന്ന് ഉത്കണ്ഠാപൂർണനായി. അച്ഛൻ്റെ സമീപം ക്ഷണത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ 2 പാദങ്ങളും തൻ്റെ കൈകളിൽ എടുത്തു വച്ചു പറഞ്ഞു, എന്നോട് പറയൂ, എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? ഇതിൻ്റെ ഹേതു എന്താ? സാധ്യമാവുന്ന ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അങ്ങേക്ക് ആനന്ദമുണ്ടാക്കാൻ ശ്രമിക്കാം. അച്ഛൻ്റെ ദുഃഖം അകറ്റാനായി, ആനന്ദം വീണ്ടു കിട്ടുന്നതിന് ഞാൻ എൻ്റെ ജീവൻ പോലും സമർപ്പണം ചെയ്യാം. പറയൂ, എന്താണ് ഈ ദുഃഖത്തിന് കാരണം? രാമൻ അഭ്യർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ ദശരഥൻ വികാരവിവശനായി പറഞ്ഞു, രാമ. തുടർന്നൊന്നും പറയാൻ കഴിയാതെ ദശരഥൻ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. സമാശ്വസിപ്പിക്കാനായി രാമൻ ശ്രമിച്ചു. പക്ഷേ ദശരഥന് ശോകം വർദ്ധിക്കുകയാണുണ്ടായത്. അദ്ദേഹം ധൈര്യം സമാഹരിച്ച് അച്ഛനെ ശകാരിച്ചു. അച്ഛാ, എന്താണിതൊക്കെ? എന്നിൽ ധൈര്യം പകരേണ്ട ആളാണ് അങ്ങ്. അതിനു പകരം അങ്ങ് വിലപിക്കുകയും പുലമ്പുകയും ചെയ്ത് ഞങ്ങളിൽ ഭീതി നിറയ്ക്കുന്നു. ഇത് ശരിയല്ല. ഇത് സന്തോഷിക്കേണ്ട അവസരമാണ്. പക്ഷേ അങ്ങ് ദുഃഖമഗ്നാകുന്നത് ധർമ്മമാണോ? ശരിയാണോ? ഈ ദിവസം വരെ അങ്ങയ്ക്ക് ക്രോധമുണ്ടാവുമ്പോഴും അസ്വാസ്ഥ്യമുണ്ടാകുമ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ നിമിഷത്തിനുള്ളിൽ എല്ലാ ദുഃഖലക്ഷണങ്ങളും മാറി ആനന്ദം കൊണ്ട് പ്രശോഭിക്കുമായിരുന്നല്ലോ. പിന്നെ എന്നെ അടുത്ത് പിടിച്ചു നിർത്തിയാൽ അങ്ങയ്ക്ക് ശാന്തി ഉണ്ടാവുക പതിവായിരുന്നല്ലോ. അങ്ങ് എന്നോട് പറയുകയില്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ അത് വീഴ്ച വരുത്താതെ ചെയ്യാം. എൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ ഞാൻ അവ പരിഹരിച്ചോളാം. ദുഃഖിക്കാതിരിക്കൂ, സംശയിക്കുകയോ മടിക്കുകയോ വേണ്ട. സ്നേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഞാൻ ആ ആജ്ഞയെ ആദരിക്കും. അങ്ങ് ദുഃഖനിമഗ്നനാകുന്നത് അങ്ങേക്കോ എനിക്കോ സാമ്രാജ്യത്തിനോ നല്ല ശകുനമല്ല. ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് രാമൻ കൈകേയിയുടെ നേരെ തിരിഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, മാതാവേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നോട് പറയൂ. ഇത്തരം ശോകം അച്ഛന് വരുത്തിവെച്ച അഭിശക്തമായ മഹാപാപി ആരാണെന്ന്. അച്ഛൻ എന്നെ കാണേണ്ട താമസം പ്രേമപൂർവ്വം വിളിച്ച് അടുപ്പിച്ചു നിർത്തി ഓമനിച്ച് താലോലിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കുകയോ കൂടി ചെയ്യുന്നില്ലല്ലോ. എന്താണിങ്ങനെ? അദ്ദേഹം ഒരക്ഷരവും ഉരിയാടുന്നില്ലല്ലോ. എന്നിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നു. എന്നാൽ കുറ്റമോ തെറ്റോ എൻ്റേതാണെങ്കിൽ അതിനനുയോജ്യമായ ഏതു ശിക്ഷ ഏൽക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് അച്ഛൻ സന്തുഷ്ടനായാൽ മതി. അഥവാ അദ്ദേഹത്തെ വല്ല രോഗവും ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഭ്രാതാക്കളായ ഭരതശത്രുക്കന്മാർ ഏതെങ്കിലും വിഷമ വാർത്ത അറിയിച്ചിട്ടുണ്ടോ? അവ
അവർ സുഖമായിരിക്കുന്നു അല്ലേ? കൗസല്യ മാതാവിനും സുമിത്ര മാതാവിനും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. പിതാവിൻ്റെ പ്രാണവേദനയുടെ കാരണം മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ശോകാകുലനായിരിക്കുകയാണ്. എത്ര ദുഷ്കരമായാലും അദ്ദേഹത്തിൻ്റെ ആനന്ദം തിരിച്ചു കിട്ടുന്നതിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഞാൻ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ആജ്ഞ എത്ര വേദനാജനകമായാലും ഏറ്റവും ഭക്തിയോടെ നമ്രശിരസ്കനായി ഞാൻ പരിപൂർണമായി നിറവേറ്റും. ജനിച്ചത് ആരായാലും ജനനത്തിന് കാരണം അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ എല്ലാവരുടെയും കാണപ്പെട്ട ദൈവമാണ്. ഈ സുഖത്തിൽ നിന്നും അതീതമായി ഞാനൊന്നും കൊതിക്കുന്നില്ല. എൻ്റെ നേരെ കരുണ കാണിക്കൂ. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. മാതാവേ, ഏതെങ്കിലും സംഭവം ഹേതുവായി അങ്ങയുടെ ആത്മാഭിമാനത്തിന് ഹാനി വന്നിട്ടുണ്ടോ? ഇതിൻ്റെ ഫലമായി അങ്ങ് അച്ഛനോട് എന്തെങ്കിലും കഠിന വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ്റെ ഇച്ഛയ്ക്കെതിരായി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയോ? കൗസല്യ മാതാവ് അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നെനിക്കറിയാം. സുമിത്ര മാതാവോ എനിക്ക് അവരെപ്പറ്റി കൂടുതൽ തീർച്ചയുണ്ട്. അവർ ഒരിക്കലും അത്തരം പ്രവർത്തനം തീരെ ചെയ്യുകയില്ല. ഈ രണ്ടുപേരും വിഡ്ഢിത്തം കൊണ്ട് അങ്ങനെ വല്ലതും ചെയ്താൽ കൂടി അച്ഛൻ ഇത്രയും കൊടിയ വേദനയോടുകൂടി വിലപിക്കുകയില്ല എന്ന് തീർച്ചയാണ്. ഈ ദുസ്ഥിതിക്ക് വളരെ ഗൗരവമുള്ള വല്ല കാരണവും ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് പറയാൻ അച്ഛൻ മടിക്കുമ്പോൾ അങ്ങേക്ക് എന്നോട് പറഞ്ഞ് എൻ്റെ ദുഃഖത്തിന് ആശ്വാസം നൽകുവാൻ കഴിയും. ഇത്രയും കരുണയായി തന്നോട് അഭ്യർത്ഥിക്കുന്ന രാമനെ നോക്കി കൈകേയി ദയയുടെയും സംയമനത്തിൻ്റെയും കാര്യങ്ങൾ അവഗണിച്ചു. അസന്നിഗ്ധമായി വരാവുന്ന ആപത്തുകളെയും തീരെ അവഗണിച്ചു. താൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ ദുരിതത്തിൻ്റെ കൂടുതൽ അഗാധതയിലേക്ക് ഭർത്താവ് തള്ളപ്പെടുമെന്ന കാര്യവും ശ്രദ്ധിച്ചില്ല. അത് പറയാമോ അതല്ല പറയാതിരിക്കുകയാണോ ഭേദം എന്നൊന്നും അന്വേഷിക്കുവാൻ അവർ നിന്നില്ല. ക്ഷണികമായ വർത്തമാനകാലത്തെയും വരാനിരിക്കുന്ന ഭാവിയെയും തമ്മിൽ വിവേചിച്ചില്ല. അവർ പ്രേമത്തിൻ്റെ അവകാശങ്ങളെ തൂത്തുമാറ്റി. നൈസർഗികമായ കുലീനതയും മാതൃകായോഗ്യമായ അന്തസ്സും പരിത്യജിച്ചു. അവർ പറഞ്ഞു, രാമ കേൾക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് ദേവാസുരയുദ്ധം നടന്നുകൊണ്ടിരിക്കെ നിന്റെ പിതാവ് അതിക്രൂരമായ അസുരബാണങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആരോഗ്യത്തിലേക്കും സുഖത്തിലേക്കും നയിച്ചു. അദ്ദേഹം എൻ്റെ ത്യാഗവും സേവനവും വിലമതിച്ച് 2 വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ രോഗവിമുക്തിയും വിജയവുമാണെന്ന് തോന്നിയതിനാൽ ഞാൻ മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ ഒരു വരത്തിനും ആഗ്രഹിക്കുന്നില്ല. വാഗ്ദത്തം ചെയ്യപ്പെട്ട വരങ്ങൾ ഞാൻ പിന്നീട് ആവശ്യം തോന്നുമ്പോൾ വാങ്ങിക്കൊള്ളാം. നിന്റെ പിതാവ് പറഞ്ഞു, ശരി, നിനക്കിഷ്ടമുള്ളപ്പോൾ നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും 2 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളൂ. ഞാൻ തീർച്ചയായും അവ നൽകി നിന്റെ ആഗ്രഹം നിറവേറ്റാം. ഈ വരങ്ങൾക്ക് കാലാവധിയില്ല. യാതൊരു ഉപാധിയാലും അത് ബന്ധിതവുമല്ല. നീ എപ്പോൾ ചോദിച്ചാലും ഏതു വരങ്ങളായാലും ഞാൻ തരുന്നതാണ്. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ഇഷാഖ് വംശ രാജാക്കന്മാർ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല എന്ന് നിനക്കറിയാമല്ലോ. പരക്കെ അറിയുന്ന ആ വസ്തുതയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, എൻ്റെ മകൻ ഭരതനെ ചക്രവർത്തിയായി വാഴിക്കണം. രണ്ടാമത്തത്, നിന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് 14 കൊല്ലത്തെ വനവാസത്തിന് അയക്കണം. അതിൻ്റെ ഫലമായിട്ടാണ് നിൻ്റെ അച്ഛൻ ഈ കോലാഹലത്തെ ഉണ്ടാക്കുന്നത്. എന്തിനധികം വിശദീകരിക്കണം? ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മിതപ്പെടുത്തുകയോ പിൻവലിക്കുകയോ ഇല്ല. നിന്റെ പിതാവ് സത്യസന്ധനാണെങ്കിൽ നീയും സത്യസന്ധനാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മാന്തോലെടുത്ത് ജടാമകുടവുമായി ദണ്ഡകാരണ്യത്തിലേക്ക് പോവുക. 14 വർഷം വനത്തിൽ കഴിയുക. നീ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരിക്കയാൽ നിന്നെ നാട് കടത്തുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. കാട്ടിൽ പോകണമെന്ന് നിന്നോട് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ട്. നീ തെറ്റിദ്ധരിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതാണ് ദുഃഖത്തിന് കാരണം. രാമ, മറ്റൊരു വിപത്തും പ്രളയവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ നിസ്സാര സംഗതി വളരെ വലുതാക്കി കാണിക്കുന്നതും ആ മഹാവിപത്ത് നമ്മെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അർത്ഥമില്ലാത്തതാണ്. അച്ഛനെ നിറവേറ്റാൻ വിഷമമായ ഒരു പ്രതിജ്ഞ അച്ഛൻ്റെ തനിപ്രതിരൂപമായ മകൻ നിറവേറ്റാൻ തീരുമാനിച്ചാൽ മാത്രമേ വാഗ്ദത്ത ലംഘന പാപത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തയാളും ആ ആളുടെ മകനും 2 പേരും അതേ അവഗണിക്കുകയാണെങ്കിൽ അപ്പോൾ അച്ഛൻ അനശ്വരമായ അധപ്പതനത്തിൻ്റെ വിധിയെ നേരിടേണ്ടതുണ്ട്.
ഇതൊന്നും നിനക്ക് അറിയാത്തതല്ല. കരുതിക്കൂട്ടി കഠിന ഹൃദയത്തോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആ വാക്കുകൾ ഒരു തരത്തിലും രാമനെ ബാധിച്ചില്ല. ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന പുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ കാരണത്തിന് അച്ഛൻ കരയുന്നത് ശരിയല്ല. കൈകേയിയുടെ പദ്ധതി അംഗീകരിച്ചുവെന്ന് സൂചിപ്പിക്കുന്നത് പോലെ രാമൻ ശിരകമ്പം ചെയ്തു. പക്ഷേ ഈ സംഭാഷണം ദശരഥൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഹൃദയം ഉള്ളിൽ നിന്ന് ഈർന്നു മുറിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം അങ്ങേയറ്റത്തെ പ്രാണവേദനയിൽ ഉരുളുകയും ഞരങ്ങുകയും ചെയ്തു. രാമൻ കൈകേയിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അമ്മേ, അമ്മ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിക്കും. പിതാവ് ചെയ്ത വാഗ്ദത്തം ഞാൻ സാദരം സ്വീകരിക്കുന്നു. അച്ഛൻ എന്നെ അടുത്ത് വിളിച്ച് പ്രേമത്തോടുകൂടി ഇതുവരെ ചെയ്യാറുള്ളതുപോലെ വാത്സല്യപൂർവ്വം സംസാരിച്ച് എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതിയായിരുന്നു. ശരി, നീ അത് അർഹിക്കുന്നില്ല എന്നും അതിനാവശ്യമായ ഗുണോത്കർഷം നീ ഇതുവരെ നേടിയിട്ടില്ല എന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ ശങ്കയില്ലാതെ തുല്യമായ ആനന്ദത്തോടും സംതൃപ്തിയോടും കൂടി അത് സ്വീകരിക്കും. കാരണം അച്ഛൻ എപ്പോഴും എനിക്ക് ഏറ്റവും വലിയ നന്മയെ ആശംസിക്കാറുള്ളൂ. അദ്ദേഹം എപ്പോഴും എന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഋഷിയാണ്. അദ്ദേഹം എനിക്ക് അച്ഛൻ മാത്രമല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗം പഠിപ്പിക്കുന്ന ഗുരുവാണ്. അങ്ങനെ പിതാവും ഗുരുവുമായ അദ്ദേഹത്തിന് ആനന്ദം നൽകുന്നതിലപ്പുറം ഏത് വിശിഷ്ടമായ ഉത്തരവാദിത്വവും ധർമ്മവുമാണ് എനിക്കുള്ളത്. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മമാണ്. ഭരതൻ അഭിഷിക്തനാവുന്നതിൽ എനിക്ക് അത്യാനന്ദമുണ്ടാകും. ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന 14 വർഷവും ഞാൻ അളവറ്റ ആനന്ദം അനുഭവിക്കും. 14 വർഷം മാത്രമല്ല, അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ജീവിതകാലം മുഴുവനും കാട്ടിൽ കഴിയാൻ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ ഈ 2 വരങ്ങളെപ്പറ്റി സംസാരിക്കാൻ അച്ഛൻ മടിക്കുന്നത് എന്താണ്? 2 വരങ്ങൾ, അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹം പറയുന്നത് അനുസരിക്കാതിരിക്കുമോ? മാതാപിതാക്കന്മാരുടെ ദാസനും സഹായകനുമാണ് രാമൻ, എതിരാളിയല്ല. അച്ഛനിൽ നിന്ന് ലഭിച്ച ഈ ശരീരം അച്ഛൻ്റെ സേവനത്തിനു മാത്രമായി സമർപ്പിക്കപ്പെടുന്നതിലധികം ഉത്കൃഷ്ടതരമായി എന്ത് കൃതജ്ഞതാ കർമ്മമാണുള്ളത്? ഞാനത് ആനന്ദപൂർവ്വം അർപ്പിക്കും. അതാരെങ്കിലും പറഞ്ഞു കേട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടവനല്ല രാമൻ. അമ്മേ, കിരീടധാരണം നടത്തേണ്ടത് ഭരതനാണെന്ന് അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് പ്രസ്താവിക്കാത്തത്? ഞാനും എൻ്റെ ഭ്രാതാവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അങ്ങ് എന്താണ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിൽ കരുതിയത്? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രത്യേകതയും ഞങ്ങൾ കാണുന്നില്ല. എന്തിനാണ് അമ്മ ഇത് നിൻ്റെ അച്ഛൻ്റെ കൽപ്പനയാണ് എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അമ്മയുടെ ആജ്ഞ ധിഖരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അങ്ങ് പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഞാനത് മടിക്കാതെ നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ വനത്തിലേക്ക് പോകാൻ അയോധ്യ വിടുകയാണ്. അമ്മേ, പിതാമഹൻ്റെ വീട്ടിൽ നിന്ന് ഭരതനെ വരുത്താനായി ശരിയായ ദൂതന്മാരെ അങ്ങോട്ടേക്ക് അയക്കുക. അവനെ ഏറ്റവും വേഗത്തിൽ കിട്ടുന്നത് നല്ലതാണ്. എൻ്റെ വനയാത്രയും ഭരതൻ്റെ അഭിഷേകവും ഒരേ കാലത്ത് നടക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷ പ്രാപിക്കും. അങ്ങേക്കും പൂർണ്ണ സംതൃപ്തി ലഭിക്കും. സംഭവങ്ങൾ അങ്ങനെയാണ് സ്വയം രൂപം കൊള്ളുകയെന്ന് ആർക്ക് പറയാൻ കഴിയും? രാമനിൽ നിന്നും ഈ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയിയുടെ മനസ്സ് ആനന്ദം കൊണ്ടും ഭയം കൊണ്ടും നിറഞ്ഞു. രാമൻ നഗരത്തിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ഭരതൻ വരികയാണെങ്കിൽ എന്താണ് സംഭവിച്ചേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അന്ന് തന്നെ രാമൻ വനത്തിലേക്ക് പുറപ്പെടണമെന്ന് നിർബന്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൈകേയി തീരുമാനിച്ചു. അവൾ മറുപടി പറഞ്ഞു, ഭരതനെ അയോധ്യയിലേക്ക് വരുത്തുന്നതിനുള്ള നടപടികൾ ചെയ്തു കൊള്ളാം. എന്നാൽ അവൻ നഗരിയിലെത്തുന്നതുവരെ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. നീ തപസ്വിയുടെ ജീവിതം തുടങ്ങാൻ തീർച്ചപ്പെടുത്തി സ്ഥിതിക്ക് വനയാത്ര എന്തിനു വൈകിക്കണം? കാരണം ആരംഭം വൈകിയാൽ നിന്റെ തിരിച്ചുവരവും അതനുസരിച്ച് വൈകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നഗരം വിടാൻ തയ്യാറാവുന്നത് ഉചിതമായിരിക്കും. നിന്റെ അച്ഛന് സ്വയം തന്നെ ഇത് നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ അദ്ദേഹം നിന്നോട് കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം താൻ തന്നെ അത് പറയണമെന്ന് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിന്നെ വളരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു ലജ്ജാബോധം അദ്ദേഹത്തെ അലട്ടുകയാണ്. എന്നോട് അദ്ദേഹം ചെയ്ത വാഗ്ദത്വവും നിന്നെ നേരിട്ടറിയിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് കാരണം. അദ്ദേഹത്തിന് മറ്റൊരു ദുഃഖവുമില്ല. നീ എത്രയും വേഗം അയോധ്യയിൽ നിന്നും വിട്ടുപോകുമോ അത്രയും വേഗം അദ്ദേഹം തൻ്റെ പ്രാണവേദനയിൽ നിന്നും മോചിതനാകും. നീ അയോധ്യ വിടുന്നത് വരെ അദ്ദേഹം ഭക്ഷിക്കുകയോ കുളിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട്
സുഖത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശീഘ്രം സ്ഥലം വിടുക, എന്നാൽ ഏറ്റവും നന്നായി. കിടക്കയിൽ കമഴ്ന്നു കിടന്ന ദശരഥൻ കൈകേയിയുടെ ഹൃദയം തുളച്ചു കയറുന്ന വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിന് ക്രോധവും ദുഃഖവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവ്യക്തമായി രോഷപൂർവ്വം പൊട്ടിത്തെറിച്ചു: വിശ്വാസഘാതകിയായ രാക്ഷസി, ലജ്ജാഹീനി! അനന്തരം രാമൻ്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം രാമ രാമ എന്ന് 2 പ്രാവശ്യം വിളിച്ചു. വീണ്ടും ബോധരഹിതനായി. രാമൻ കിടക്കയിലിരുന്ന അച്ഛൻ്റെ തല മടിയിൽ എടുത്തു വച്ച് നെറ്റി തലോടി മധുരമായി സ്നേഹത്തോടുകൂടി ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാമൻ കൈകേയിയോട് പറഞ്ഞു: അമ്മേ, ലൗകികമായ സുഖാഭിലാഷങ്ങളുടെ വിഷബാധയുള്ള അത്യാർത്തി പിടിച്ചവനല്ല ഞാൻ. ജനങ്ങളെ എൻ്റെ വശത്താക്കി ഈ രാജ്യത്തിൽ ഭരണം സ്ഥാപിക്കാനുള്ള യാതൊരാഗ്രഹവും എനിക്കില്ല. ഞാനൊരു തപസ്വിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ധർമ്മം പുഷ്ടിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യാൻ ഞാൻ അഭിലഷിക്കുന്നു. അത്രയുള്ളൂ. എനിക്ക് ഒരു തീരുമാനം കൂടിയുണ്ട്. എൻ്റെ ഏറ്റവും ബഹുമാന്യനായ പിതാവിന് ആനന്ദം പ്രദാനം ചെയ്യുക. ഈ 3 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ ഞാൻ എന്തു പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. പുത്രന് പിതാവിനെ സേവിക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല, കൂടുതൽ നന്മയുമില്ല മാതാവേ. അച്ഛൻ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ എന്താണെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അതുമതി. കൂടാതെ അങ്ങ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കുന്നത്. അമ്മ പറയുന്നത് അച്ഛൻ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ മാറ്റം വരുത്താനോ അത് നിഷേധിക്കാനോ അദ്ദേഹത്തിന് അസാധ്യമാണ്. അങ്ങയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ആജ്ഞയ്ക്ക് വഴങ്ങുന്നു. നിർദ്ദേശത്തിനനുസരിച്ച് നാടുവിടുകയും ചെയ്യുന്നു. അമ്മേ, എനിക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. അത് അങ്ങ് നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭരതൻ രാജ്യം ഭരിക്കുമ്പോൾ എല്ലാവിധത്തിലും അച്ഛൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവ അനുസരിപ്പിക്കണം. അവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അച്ഛൻ ആനന്ദവും സംതൃപ്തിയും ഉണ്ടാകണം. തീർച്ചയായും ഓരോ പുത്രനും അച്ഛൻ്റെ ഹൃദയം സംതൃപ്തി കൊണ്ടും സന്തോഷം കൊണ്ടും പൂർണ്ണമാക്കുക എന്ന വ്രതത്തിനേക്കാൾ കൂടുതൽ പവിത്രവും കൂടുതൽ ഫലപ്രദവുമായ ഒന്നും വേറെയില്ല. പിതൃസേവനം ചെയ്യുക എന്നത് പുത്രൻ്റെ സനാതന ധർമ്മമാണ്. ഈ വാക്കുകളോടുകൂടി രാമൻ ദണ്ഡ നമസ്കാരം ചെയ്ത് കൈകേയിയും മാതാവിൻ്റെ പാദം സ്പർശിച്ചു. രാമൻ സംസാരിക്കുന്നത് ദശരഥൻ കേട്ടു. രാമൻ വിശദീകരിച്ചു. ധർമ്മവും പ്രസ്പഷ്ടമാക്കിയ സമചിത്തതയും ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ രാമനോടുള്ള പ്രേമം പൂർവാധികം ഉത്തേജിക്കപ്പെട്ടു. അതോടെ അദ്ദേഹത്തിൻ്റെ ദുഃഖം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു. വേദന കൊണ്ട് പുളഞ്ഞു. രാമൻ ഇനി അയോധ്യയിൽ താമസിക്കുകയില്ല എന്ന് കേട്ട് ചക്രവർത്തി ഔചിത്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിലവിട്ടു. അദ്ദേഹം രാമ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് മുറിയുടെ കടുപ്പമുള്ള നിലത്ത് വീണു. അന്തഃപുരത്തിലെ സ്ത്രീകൾ ഈ വീഴ്ചയുടെ ശബ്ദം കേട്ട് ദുഃഖം കൊണ്ടും ആശ്ചര്യം കൊണ്ടും ഞെട്ടിപ്പോയി. അവരും ഉറക്കെ നിലവിളിച്ചു. ഇനിയും താമസിക്കുന്നത് ഉചിതമല്ലെന്ന് രാമൻ മനസ്സിലാക്കി. അദ്ദേഹം അച്ഛൻ്റെ മുമ്പാകെ ദണ്ഡ നമസ്കാരം ചെയ്ത അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് വന്നിച്ച് മുറിയിൽ നിന്നും ബഹിർഗമിച്ചു. അകത്തുനിന്നുണ്ടായ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ലക്ഷ്മണൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹത്തിന് കൈകേയിയുടെ നേരെ ഉഗ്രമായ രോഷമുണ്ടായി. അച്ഛൻ്റെ നേരെ ദേഷ്യമുണ്ടായി. തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അസാധ്യമാണെന്ന് കണ്ട് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് അതോ ദൃഷ്ടിയായി നമ്രശിരസ്കനായി രാമനെ പിന്തുടർന്നു. തൽക്കാലം ഈ രാജ്യം നഷ്ടപ്പെട്ടു എങ്കിലും വനത്തിലേക്ക് നാടുകടത്തപ്പെട്ടു എങ്കിലും ശ്യാമമായ ആവരണത്തിൽ പെടാതെ തിങ്ങിക്കൂടിയ കാർമേഘങ്ങളുടെ പിന്നിലുള്ള ചന്ദ്രനെ പോലെ രാമൻ്റെ മുഖം പ്രശോഭിച്ചു. അവിടുത്തെ മുഖത്തെ തേജസ്സിന് ഒരു മാറ്റവും വന്നിരുന്നില്ല. കാരണം അവിടുന്ന് ബഹുമതിയും അവമതിയും തുല്യമായ മഹാമനസ്കതയോടെ അഭിമുഖീകരിച്ചു. ദൃഢപരിശീലനം നേടിയ ഒരു യോഗിയെപ്പോലെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ക്ഷോഭത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ പെരുമാറി. തനിക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അവിടുന്ന് നടന്നു. രാജധാനിക്കുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സുമന്ത്രരും ഊഹിച്ചു. ഊഹം ക്ഷണത്തിൽ യാഥാർത്ഥ്യമായി. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ലക്ഷ്മണനിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്ഷോഭമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭയാശങ്കകൾ വർദ്ധിക്കുമാറ് രാമൻ തൻ്റെ ശിരസ്സിനുപരി ഒരു പരിചാരികൻ നിവർത്തിപ്പിടിച്ച വെൺകൊറ്റക്കുട മാറ്റാൻ പറഞ്ഞു. തനിക്ക് വേണ്ടി വെഞ്ചാമരങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ലെന്നും ആജ്ഞാപിച്ചു. ഇനി രജതരഥം താൻ അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് സുമന്ത്രരുടെ കായിക ശക്തിയും മനഃശക്തിയും നശിച്ചു. അദ്ദേഹം ഏറ്റവും ഭയന്നിരുന്ന ആശങ്കകൾ സത്യമായി. തൻ്റെ ചുറ്റുമുള്ള ആളുകളോടോ
താൻ കണ്ടുമുട്ടിയ പൗരന്മാരോടോ രാമൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവിടുന്ന് ദുഃഖിതനായിട്ടല്ല. ഈ വാർത്ത കേട്ടാൽ മറ്റുള്ളവർ വേദനപ്പെടുമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. കാരണം സംസാരിച്ചാൽ സത്യം തുറന്നു പറയേണ്ടി വരും. അങ്ങനെ തൻ്റെ വാക്കുകൾ കൂടി വ്യസനം വ്യാപിപ്പിക്കേണ്ടി വരും. എന്നിരുന്നാലും രാജധാനിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയുടെ രീതി കണ്ടുനിന്നവരെ ഒക്കെ ഈ ദുഃഖവാർത്ത അറിയിച്ചു. രാമൻ നേരെ സീതയുടെ വസതിയിലേക്ക് പോയില്ല. അതിനു പകരം അവിടുന്ന് കൗസല്യയുടെ കൊട്ടാരത്തിലേക്കാണ് നടന്നുപോയത്. ആഹ്ലാദോത്കർഷത്തിൻ്റെ ബാഹ്യചിഹ്നങ്ങളായ കൊടികളും തോരണങ്ങളും കൊണ്ട് രാജധാനി ഉജ്ജ്വലപ്രഭയുള്ളതായി കഴിഞ്ഞിരുന്നു. രാജധാനിയിലെ സ്ത്രീകളും മറ്റു പരിചാരകന്മാരും രാമലക്ഷ്മണന്മാരുടെ കൊട്ടാരത്തിലേക്കുള്ള ആഗമനത്തിൻ്റെ വിവരം അറിഞ്ഞ് താലങ്ങളിൽ ദീപങ്ങൾ ജ്വലിപ്പിച്ച് അവരെ സ്വാഗതം ചെയ്യാൻ വരിവരിയായി നിന്നു. പ്രധാന പ്രവേശന ദ്വാരത്തിൽ വൃദ്ധന്മാരും വിശ്വസ്തരുമായ കാവൽക്കാർ ആ സഹോദരന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജയശബ്ദം മുഴക്കി ഭവാന്മാർക്ക് വിജയമുണ്ടാവട്ടെ എന്നാശംസിച്ചു. അവർ താണു തൊഴുത് ആദരവ് പ്രകടിപ്പിച്ചു. രാമൻ ചതുരാങ്കണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. മൂന്നാമത്തെ ചതുരാങ്കണത്തിൽ കടന്നപ്പോൾ രാജ്ഞിയുടെ യുവതിയായ പരിചാരികമാർ ഓടിച്ചെന്ന് രാമനും അനുജനും വരുന്നുണ്ടെന്ന സന്തോഷവാർത്ത കൗസല്യാദേവി അറിയിച്ചു. രാജകുമാരന്മാരെ കണ്ടപ്പോൾ അവർ അതീവ സന്തുഷ്ടകളായി. പുറംവാതിൽ മുതൽ രാജ്ഞി ഇരുന്നിരുന്ന ഉള്ളിലെ മുറി വരെ നീണ്ട വഴിയിലൂടെ ഇരുവശങ്ങളിലും നിന്ന കന്യകമാർ അശുഭം നീങ്ങാനും ആനന്ദത്തെയും ക്ഷേമത്തെയും സ്വാഗതം ചെയ്യാനുമായി ദീപങ്ങൾ വീശിക്കാണിച്ചു. കൗസല്യ രാജ്ഞി രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന അടുത്ത ശുഭദിനത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്ന് പ്രഭാതത്തിന് ശേഷം 2 പ്രാവശ്യം ആരാധനയിൽ പങ്കെടുത്തു. രാമൻ്റെ ആഗമനം അറിയിച്ച ഘട്ടത്തിൽ വൃദ്ധബ്രാഹ്മണ പുരോഹിതന്മാർ അഗ്നിദേവനെ പ്രസാദിപ്പിക്കാൻ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുകയായിരുന്നു. മാതാവ് ആനന്ദാധീനയായി തൻ്റെ മകൻ്റെ അഭിഷേക കർമ്മം സ്വന്തം കണ്ണുകൊണ്ട് കാണാമല്ലോ എന്നതായിരുന്നു ആ ആനന്ദത്തിന് കാരണം. പല സത്കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അവർ ആ ആനന്ദം ആഘോഷിച്ചു. അവർ ധാരാളം ദാനങ്ങൾ ചെയ്തു. അവർ നിരാഹാരവ്രതവും നിർനിദ്രാവ്രതവും അനുഷ്ഠിച്ചു. ആനന്ദം തന്നെ അവർക്ക് മതിയായ ആഹാരമായിരുന്നു. എല്ലാവരുമായി അവർ ആനന്ദം പങ്കിട്ടു. രാമനെ സ്വീകരിക്കാൻ അവർ മുന്നോട്ടോടി. അവർ പുത്രനെ കെട്ടിപ്പിടിച്ചു. അവിടുത്തെ കേശച്ചുരുളുകൾ തലോടി. രാമൻ്റെ കൈപിടിച്ച് ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയായിരുന്നു അവർ പ്രഭാത സമയം മുഴുവനും ചെലവഴിച്ചത്. സംഭവങ്ങളുടെ തലകുത്തിമറിച്ചിലൊന്നും കൗസല്യ അറിഞ്ഞിരുന്നില്ല. നിഷ്കളങ്കയും സരളചിത്തയുമായിരുന്ന അവർ പരിശുദ്ധിയുടെ പര്യായമായ വെള്ളസാരി ധരിച്ചു. തൻ്റെ മണിബന്ധത്തിൽ പവിത്രമായ പട്ടുചരട് കെട്ടി അവർ കൃതജ്ഞതാപൂർവ്വം ഈശ്വരാരാധനയിൽ ഏർപ്പെട്ടിരുന്നു. രാമൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് കൂടുതൽ തേജസ്സോടെ പ്രകാശിക്കുന്നതായി അവർ കണ്ടു. അത് കാരണം അവർക്ക് ആനന്ദം ഒതുക്കുവാൻ കഴിഞ്ഞില്ല. മകനേ, അവർ പറഞ്ഞു, നിന്റെ പൂർവ്വപിതാക്കന്മാരെല്ലാം രാജർഷിമാരായിരുന്നു. അവർ നീതി നന്നായി പുലർത്തിയിരുന്നു. മഹാത്മാക്കളായിരുന്നു അവരെല്ലാം. നീ അവരെപ്പോലെ യശസ്വിയായിരിക്കട്ടെ. അവരുടെ പ്രഭാവം എല്ലായിടത്തും ചെന്നെത്തിയതുപോലെ നിന്റെ പ്രഭാവവും ദിഗന്ധങ്ങളിലെല്ലാം എത്തിച്ചേരട്ടെ. ഈ രാജവംശം ചെയ്തിരുന്നതുപോലെ നീതിനിഷ്ഠയുടെ ആദർശങ്ങൾ പരിപൂർണമായും അവലംബിക്കുക. മനസാന്നിധ്യമില്ലാത്തപ്പോൾ പോലും അവയെ അവഗണിക്കാതിരിക്കുക. ഒരിക്കലും പതറാതെ അവയെ മുറുകെ പിടിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഈ ശുഭദിനത്തിൽ അവരുടെ അനുഗ്രഹങ്ങളുടെ അടയാളമായി കുറച്ച് അരിമണികൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ചാർത്തി. തൻ്റെ സമീപം സുവർണാസനം പിടിച്ചിട്ടു. അവർ പറഞ്ഞു, മകനെ, നീ ഇന്നലെ രാത്രി ചടങ്ങ് പ്രകാരമുള്ള നിർനിദ്രാവ്രതം ആചരിച്ചു ഇല്ലേ? നീ ശാസ്ത്രോക്ത പ്രകാരം അനശനവ്രതവും അനുഷ്ഠിച്ചു. നീ ക്ഷീണിച്ചിരിക്കണം. ഇതാ കുറേ നേരം ഇവിടെ ഇരിക്കൂ, കുറേ ഫലങ്ങൾ ആഹരിക്കുകയും ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമനായി കനികത്തളികയിൽ പഴങ്ങൾ വച്ചു നീട്ടി. മാതാവിൻ്റെ ആനന്ദവും തന്നിൽ ചൊരിഞ്ഞ പ്രേമവും രാമനെ പുളകിതഗാത്രനാക്കി. സംഭവങ്ങളുടെ മാറ്റം എങ്ങനെയാണ് അമ്മയെ അറിയിക്കാൻ കഴിയുകയെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആനന്ദത്തിൻ്റെ അന്തരീക്ഷം നശിപ്പിക്കാൻ രാമന് വിഷമമായിരുന്നു. അവർ സംതൃപ്തി നൽകാൻ വേണ്ടി അദ്ദേഹം കനകാസനത്തിലിരുന്ന് തളികയിലെ സാധനങ്ങൾ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഈ നിമിഷം മുതൽ ഞാൻ സ്വർണം സ്പർശിക്കരുത്. ഞാൻ സ്വർണാസനങ്ങളിൽ ഇരിക്കരുത്. ഞാൻ അമ്മയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു രാജ്യഭ്രഷ്ടൻ എന്ന നിലയിൽ എനിക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ
ഞാൻ അതിനുള്ള അനുവാദത്തിനു വേണ്ടിയാണ് ഇവിടെ അമ്മയുടെ അടുത്ത് വന്നത്. രാമൻ പറഞ്ഞ വാക്കുകളൊന്നും കൗസല്യയ്ക്ക് മനസ്സിലായില്ല. അവർക്ക് ഇങ്ങനെ പറയാൻ മാത്രം കഴിഞ്ഞു, മകനെ, അടുത്ത കുറേ നിമിഷങ്ങൾക്കുള്ളിൽ നീ രാജാവായി അഭിഷിക്തനാകാൻ പോവുകയാണ്. എന്നിട്ട് നീ ദണ്ഡകാരണ്യത്തെപ്പറ്റി പറയുന്നു. നീ പറയുന്നതിൻ്റെ പൊരുളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ പുത്രൻ തമാശ പറഞ്ഞ് തന്നെ ശല്യപ്പെടുത്തുകയാണെന്ന് അവർ ധരിച്ചു. അവർ പറഞ്ഞു, മകനെ, ഈ ശുഭസമയത്ത് നീ തമാശയായി പോലും ദുശ്ശകന സൂചകങ്ങളായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കരുത്. അതുപേക്ഷിക്കൂ. എൻ്റെ മോഹനരത്നമേ, പാലിൽ വേവിച്ച പഞ്ചസാരയിട്ട് മധുരപ്പെടുത്തി ഒരു തളികയിൽ വച്ചിരുന്ന ചോറിൽ നിന്ന് വിരൽ കൊണ്ട് കുറേ നുള്ളിയെടുത്ത് രാമൻ്റെ നാവിന്മേൽ വെച്ചു. അവരുടെ പ്രേമവും ആനന്ദവും കണ്ട് ലക്ഷ്മണൻ്റെ നയനങ്ങൾ കണ്ണുനീർ നിറഞ്ഞു. കൗസല്യ ഇത് കണ്ടു. അവർ നേരെ തിരിഞ്ഞ് അന്വേഷിച്ചു, ലക്ഷ്മണ, നിനക്ക് എന്താണ് ഇത്ര വ്യസനം? അവർ ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ തലോടുവാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മണന് തൻ്റെ ദുഃഖം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉറക്കെ കരഞ്ഞു. കൗസല്യദേവി അമ്പരന്നു പോയി. ലക്ഷ്മണൻ കരഞ്ഞത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. രാമൻ്റെ വാക്കുകളും ലക്ഷ്മണൻ്റെ ദുഃഖവും അവരെ ആകെ കുഴപ്പത്തിലാക്കി. ഇതിനിടയിൽ രാമൻ ഇടപെട്ടു, സംസാരിച്ചു. അമ്മേ, അങ്ങ് ദുഃഖിക്കുകയാണെങ്കിൽ ദുഃഖിക്കയില്ല എങ്കിൽ ഞാനൊരു സംഗതി പറയാം. അദ്ദേഹം മാതൃഹസ്തങ്ങൾ തൻ്റെ കൈകൾ ദൃഢമായി ഗ്രഹിച്ച് എന്നെയും അമ്മയും നമ്മുടെ മുഴുവൻ കുടുംബത്തെയും നമ്മുടെ വംശത്തെയും അനശ്വര പ്രഭാവത്തിലേക്ക് നയിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയ്ക്കും ഇട കൊടുക്കരുത്. സംശയിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. സ്നേഹത്തോടും കൗതൂഹലത്തോടും കൂടി അതിന് സമ്മതിക്കുക. ഞാൻ പിതൃകൽപ്പന അനുസരിക്കുന്നതിൽ അങ്ങയ്ക്ക് വലിയ ആനന്ദമല്ലേ? അദ്ദേഹം എൻ്റെ ഭ്രാതാവായ ഭരതനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു താപസൻ്റെ വേഷത്തിൽ 14 കൊല്ലത്തേക്ക് വനവാസത്തിനായി ദണ്ഡകാരണ്യത്തിലേക്ക് എന്നെ അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്ക് വഴങ്ങി ഞാൻ വനവാസത്തിന് പോവുകയാണ്. അമ്മയോട് അനുവാദം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് കൗസല്യ വിറയാർന്ന സ്വരത്തിൽ രാമ എന്ന് വിളിച്ച് ഉടനെ നിലംപതിച്ചു. എന്താണ് സംഭവിച്ചത്? എൻ്റെ പ്രായമെത്താത്ത കുഞ്ഞിനെ ഇരുളടഞ്ഞ വനത്തിലേക്ക് അയക്കുകയോ? ഇതിന് എന്ത് കുറ്റമാണ് രാമൻ ചെയ്തത്? ഇത് സത്യമായിരിക്കുമോ? ഞാൻ ഉറക്കമിളച്ചതിൻ്റെയും അനശന വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി എൻ്റെ തലച്ചോറിൽ നിന്ന് വരുന്ന അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളായിരിക്കുമോ ഇത്? അവർ ഇങ്ങനെ സ്വയം വിശദീകരണം ചെയ്യുകയും ആശ്വസിക്കുകയും ചെയ്യുമ്പോൾ കൈകേയിയുടെ കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ അന്തപുരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. ഏതു ഭാഗത്തു നിന്നും പരിചാരികമാരുടെയും പരിചാരകന്മാരുടെയും പുലമ്പലിൻ്റെയും വിലാപത്തിൻ്റെയും ശബ്ദം ഉയർന്നു കേട്ടു. വ്യസനാധിക്യം കൊണ്ട് എല്ലാവരും കണ്ണീർ പൊഴിക്കുകയായിരുന്നു. രാമ, ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന ആക്രന്ദനം സർവ്വഭാഗങ്ങളിൽ നിന്നും കേൾക്കാമായിരുന്നു. വ്യസനാക്രാന്തരായ ആളുകൾ കൂട്ടം കൂട്ടമായി കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ബന്ധപ്പെട്ട് ചെന്നു. ആശ്ചര്യം, ദുഃഖം, ഭയം എന്നീ വികാരങ്ങളാൽ കൗസല്യ വല്ലാതായി. ഇതിൻ്റെയൊക്കെ രഹസ്യം അവർക്ക് വെളിവാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നിലത്ത് നിന്ന് എഴുന്നേൽക്കാനായില്ല. കാരണം ഉത്കണ്ഠ, നിരാശ എന്നിവയുടെ ഭാരം അവരെ അത്രയേറെ തളർത്തിക്കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും സർവ്വവ്യാപ്തമായ പ്രാണവേദന ഉണ്ടാകുവാൻ കാരണം എന്താണെന്നറിയുവാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാമനെ മടിയിലിരുത്തി അവിടുത്തെ കോമള ചുരുൾ തലോടിച്ചുകൊണ്ട് അവർ ചോദിച്ചു, മകനെ, എന്താണ് ഞാനീ കേൾക്കുന്നത്? പറയൂ, എനിക്ക് ഈ അനിശ്ചിതത്വം ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല. രാമൻ അവരോട് പറഞ്ഞു, ഒരിക്കൽ അച്ഛൻ കൈകേയിക്ക് വാഗ്ദത്തം ചെയ്ത 2 വരങ്ങൾ ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവയിൽ ആദ്യത്തെ വരം ഭരതനെ രാജാവായി വാഴിക്കണം എന്നതാണ്. രണ്ടാമത്തേത് എന്നെ 14 കൊല്ലം വനവാസത്തിനയക്കണം എന്നും. സായിറാം.